മന്നാനിമാർ ഒന്നാകെ വരികയും മന്നാനിമാര് സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സദസ്സാണ് ഈ സദസ്സ്. സംഘടനകളൊന്നും സംഘടിപ്പിക്കുന്നതല്ല. അതും ഇതിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ. മന്നാനീസ് അസോസിയേഷൻ, ശിഷ്യന്മാരുടെ മന്നാനീസ്, അതൊരു സുഖമാണ്, കേൾക്കാൻ സുഖ. എല്ലാവർക്കും വരാം, എല്ലാവർക്കും സംസാരിക്കാൻ, എല്ലാവർക്കും ആകാം. ഞാൻ കേരള സംസ്ഥാന ജമിയത്തുലമയുടെ എളിയ പ്രവർത്തകനാണ്. ദക്ഷിണ കേരള ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയുടെ കേരളത്തിന്റെ പ്രസിഡന്റാണ് സുലൈമാൻ മുസ്ലിയാർ. മൂപ്പർക്ക് എന്ത് വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു, എന്തോ കാരണം കൊണ്ട്. ഇല്ലെങ്കിൽ വരുന്നതിനൊന്നും തടസ്സമല്ല. അങ്ങനെ എല്ലാവർക്കും വരാനും കൂടാനും പറ്റുന്ന വേദികൾ അതിപ്പോ കാലത്തിന്റെ ഒരാവശ്യമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ കൂടിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമല്ല. ദക്ഷിണ കേരള ജമിയത്തുലമയും കേരള സംസ്ഥാന ജമിയത്തുലമയും തമ്മിൽ കൂടാൻ പറ്റാത്ത ഒരു അകൽച്ചയും ഒരു വെറുപ്പും നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. സംഘടനാപരമായ യോഗങ്ങൾക്ക് തന്നെ ഈയുള്ളവൻ പോകാറുണ്ട്. കേരള സംസ്ഥാന ജമിയത്തുലമയുടെ പല സംഘടനാ പരിപാടികളിലേക്കും ഔദ്യോഗികമായിട്ടുള്ള സംഘടനാ വാർഷികങ്ങളിലേക്കും തൊടിയൂർ ഉസ്താദ്, അതുപോലെ വഫാത്തായിട്ടുള്ള ദക്ഷിണ കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അവരെയൊക്കെ വിളിക്കുകയും അവരെല്ലാവരും പങ്കെടുക്കുകയും സന്തോഷപൂർവ്വം വേദികൾ പങ്കിടുകയും സ്റ്റേജുകൾ പങ്കിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊരു വിഷയമല്ല. മുസാഫറുണ്ട്, അതുകൊണ്ടാണ് വരാത്തതെന്ന് അറിയിക്കുക സുലൈമാൻ മുസ്ലിയാർ. ഏതായാലും മറ്റു സംഘടനകൾ എല്ലാവരും ഇത്തരം സംഗതികൾക്കൊക്കെ ഒത്തുകൂടാമല്ലോ, ഇത്തരം പരിപാടികൾക്കൊക്കെ കൂടാം. മരണപ്പെട്ടു പോയാൽ എന്തായാലും അവരുടെ നന്മകളല്ലേ പറയുള്ളൂ. നന്മയില്ലാത്തതുണ്ടെങ്കിൽ പറയൂല, ഉണ്ടെങ്കിലും പറയൂല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ കൂടി ഒരു വലിയ സ്വാധീനമാണ്. മറ്റുള്ളവർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും നന്മയല്ലാതെ കേൾക്കാൻ ഇഷ്ടപ്പെടുമല്ലോ മരിച്ചവരെ പറ്റി. ആ ഒരു സംസ്കാരം വാസ്തവത്തിൽ ഇസ്ലാമിന്റെ സംസ്കാരം പൊതുസമൂഹത്തിന് ലഭിച്ചതാണ്. മറ്റുള്ളവർക്ക് അങ്ങനത്തെ വിലക്കൊന്നുമില്ലല്ലോ. പൊതുസമൂഹത്തിന് എന്താ മരിച്ചവരെ പറ്റി നന്മ തന്നെ പറയണമെന്ന്? അങ്ങനെ യുക്തിപരമായിട്ടോ ഏതെങ്കിലും നിലയിലുള്ള പാഠങ്ങളൊന്നും അവർക്ക് കിട്ടാനല്ലോ, ചിന്തയും കിട്ടാല്ല. പിന്നെ ഈ പാഠം ആര് നൽകിയതാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതാണ്. മരണപ്പെട്ടവരെ കുറിച്ച് പറയേണ്ടത് നന്മകളായിരിക്കണം. ഒരിക്കലും നന്മയല്ലാത്തത് പറയാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ പ്രത്യേകമായൊരു അധ്യാപനമാണ്. ഈ അധ്യാപനം നമ്മൾ പാലിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഈ സംസ്കാരത്തിന്റെ രീതിയിൽ ഇതര സംസ്കാരങ്ങളിലേക്ക്, ഇതര സമൂഹങ്ങളിലേക്ക്, ഇതര സമുദായങ്ങളിലേക്ക് പകർന്നു കിട്ടിയതാണ് വാസ്തവത്തിൽ ഇത്. നന്മകൾ മാത്രം പറയാം. അത്തരം സദസ്സുകളാണല്ലോ ഈ സദസ്സുകൾ. പീരാകുട്ടി മുസ്ലിയാരെ കുറിച്ച് നന്മകളെ പറയാനുള്ളൂ പരിചയപ്പെട്ടവർക്ക്. കാരണം നമ്മളൊക്കെ അദ്ദേഹത്തെ അറിയുന്നതും കേൾക്കുന്നവരും അദ്ദേഹം ഒരു മുസ്ലിയാരായ ശേഷമാണ്. നല്ല ആദർശ ദൃഢത അവർക്കുണ്ട്, വിശ്വാസദാർഢ്യം അവർക്കുണ്ട്, തൻ്റെ നിലപാടുകളിലുള്ള ഉറച്ച ശരിയായ കാലുറപ്പ് അദ്ദേഹത്തിനുണ്ട്, അത്തരം ആശയങ്ങൾ പറയാനുള്ള നെഞ്ചുറപ്പം അദ്ദേഹത്തിനുണ്ട്. എല്ലാം ഉണ്ടായാലും അതൊക്കെ നിർവഹിക്കുകയും നടത്തുകയും ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ നന്മകൾ പറയാനും മറ്റുള്ളവരുടെ ഗുണങ്ങൾ പറയാനും അദ്ദേഹത്തിന് 100 നാവുകളാണെന്ന് പറയാം. അത് താഴ്ന്നവരായാലും ഉയർന്നവരായാലും അതൊരു വലിയ ഗുണമാണല്ലോ. എല്ലാവർക്കും സാധ്യമാവുന്ന ഒരു ഗുണമല്ല അത്, എല്ലാവർക്കും കിട്ടുന്നൊരു ഗുണമല്ല. അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞവരോ സ്ഥാനം കുറഞ്ഞവരോ ആണെങ്കിലും വാഴ്ത്തേണ്ട സംഗതിയാണെങ്കിലും വാഴ്ത്തേണ്ട ഇടമാണെങ്കിലും അദ്ദേഹത്തിന് വാഴ്ത്താൻ ഒരു ലുബ്ധമില്ല. ശരിയായ രീതിയിൽ തന്നെ വാഴ്ത്തും. എന്നൊക്കെ തന്നെ മൗലാന എന്നൊക്കെ വിളിച്ച് വാഴ്ത്തും. ചിലപ്പോ മൂപ്പര് തമ്മിലൊരു 5-8 വയസ്സിൻ്റെ ഒക്കെ മാറ്റമുണ്ട്. അത്രയൊക്കെ മാറ്റമുണ്ട്. ഒരു 10 വയസ്സിൻ്റെ ഒക്കെ മാറ്റം ഉണ്ടാവും. ഞാൻ അതിലപ്പുറം ഉണ്ടാവും ചിലപ്പോ. മാറ്റമുണ്ടെങ്കിലും അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ രീതി. ഉയർന്നവരെ പറയാൻ പിന്നെ ഏതായാലും ഇല്ല. മറ്റുള്ളവരങ്ങനെ വെറുതെ വ്യക്തിപരമായി കുറ്റം പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല. അങ്ങനെ ഉണ്ടല്ലോ സംഘടനാ യോഗങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടുള്ള ഇതൊക്കെ അദ്ദേഹം കേൾക്കും.
നേരെ പോയി കേൾക്കാൻ പറ്റാത്ത കാലത്ത് അദ്ദേഹം ഇപ്പോൾ ഈ കുട്ടികൾ പിടിക്കണ മാതിരി ഫോണിൽ എടുത്തിട്ട് മൂപ്പര് കേൾക്കും. സാധാരണ കുട്ടികളെ മാതിരി തന്നെ മൂപ്പര് ഫോണ് തമ്മിൽ ഉപയോഗം മൂപ്പർക്ക്, വാട്സാപ്പ് കാര്യങ്ങളൊക്കെ നമ്മളറിയാത്ത വിവരങ്ങളൊക്കെ മൂപ്പര് തരും. മൂപ്പരെടുത്ത് ആ വിവരങ്ങളൊക്കെ ഉണ്ടാവും. വലിയ വലിയ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടികൾ ലൈവായി നടക്കുമ്പോൾ അദ്ദേഹം അത് കേൾക്കന്നെ കിട്ടുമെങ്കിൽ അങ്ങനെ കേൾക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശിക്കുന്നതും വ്യക്തി വിദ്വേഷം പ്രസരിപ്പിക്കുന്നതും ആ തരത്തിൽ എന്തെങ്കിലും മുഴക്കുന്നതുമൊന്നും അദ്ദേഹത്തിന് തീരെ കേട്ടുകൂടാ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രകൃതിപരമായ സ്വഭാവം തന്നെയാണ് ഈ നന്മ. പുകഴ്ത്തേണ്ടവരെ പുകഴ്ത്തുക, വെറുതെ ആളുകളെ ഇകഴ്ത്താതിരിക്കുക, വെറുതെ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക, ഇത് അദ്ദേഹത്തിന്റെ രീതിയാണ്. അദ്ദേഹം ജീവിച്ചു പോരുന്നത് അദ്ദേഹത്തിന്റെ മശായിഖുമാരുടെ വഴിയിലാണ്. നിങ്ങൾക്ക് കേട്ടല്ലോ മന്നാനി അവറുകൾ പറഞ്ഞേ, ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവറുകളുമായി അഭേദ്യമായ ബന്ധമുണ്ട് അവർക്ക്, സാധാരണഗതിയിൽ ഉണ്ടാകാത്തൊരു തരം ബന്ധം. എന്നാൽ താജുൽ ഉലമായുടെ ശിഷ്യനാകാൻ അദ്ദേഹത്തിനോട്ട് കഴിഞ്ഞിട്ടുമില്ല. അത് കഴിയാൻ സാധ്യമല്ലായിട്ടല്ലോ, അത് അങ്ങനെയാണ് എൻ്റെ വിധി, അള്ളാഹുവിന്റെ വിധി എന്ന് പറയാം. അത് വേണ്ടതില്ല, അല്ലാതെ തന്നെ കിട്ടുമല്ലോ, ഒരു ദർജ താഴ്ന്നാലും നാം മൂപ്പര് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ മൗലാന മർഹൂം ഓക്കെയും ബാപ്പു മുസ്ലിയാർ, ദാറുൽ മആരിഫിന്റെ സ്ഥാപകർ ഓക്കെയും ബാപ്പു മുസ്ലിയാർ അവർകളാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രധാന ഗുരു. ദീർഘകാലം അവർ ഓതിയിട്ടുള്ളത് ഓക്കെയും ബാപ്പു മുസ്ലിയാരിൽ നിന്നാണ്. അവരാവട്ടെ ശൈഖുന താജുൽ ഉലമ അവറുകളുടെ ദീർഘകാലത്തെ ശിഷ്യരുമാണ്. ബാക്കിയാത്തുക്കോ മറ്റൊന്നും പോയിട്ടില്ല. വണ്ടൂരിലെ ദർസിൽ അവസാനം വരെ ഓതിയിട്ട് അവസാനിപ്പിച്ച ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഓക്കെയും ബാപ്പു മുസ്ലിയാർ അവറുകൾ. ആ ബാപ്പു മുസ്ലിയാർ അവറുകളുടെ കൂടെ ഗൾഫിലേക്കുള്ള മറ്റം പോകുന്നത് വരെയും സഞ്ചരിക്കുന്ന ഒരു പ്രകൃതം, ബാപ്പോലിയർ എന്തിനാണോ നടക്കുന്നതെങ്കിൽ അതിനൊക്കെ കൂടെ നടന്ന് സഹായിക്കുന്ന ഒരു പ്രകൃതത്തിലാണ് അവരുടെ ഇവിടുത്തെ ജീവിതമുണ്ടായിരുന്നത് നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ നിലക്ക് ശൈഖുന താജുൽ ഉലമായുടെ സംഘത്തിന്റെയും ആശയങ്ങളുടെയും എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ സംഘങ്ങൾ, ഘടകങ്ങൾ, ആ ഘടകങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഒക്കെയും ബാപ്പു മുസ്ലിയാർ മുന്നിൽ നിന്നിട്ടുണ്ട്. ഉദാഹരണമായി 1969, 70, 71 കാലത്തൊക്കെ സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനം ഈ ഭാഗത്തില്ല, രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ല. 69 ജനുവരി 1 നുസ്രത്തുൽ അനാം തുടങ്ങിയാൽ ആ തുടങ്ങിയ 69, 70, 71, 72 കാലങ്ങളിലൊക്കെയും നുസ്രത്തുൽ അനാം എന്ന പത്രത്തിൽ ശൈഖുന അവറുകളുടേതായി പ്രത്യേകം വരുന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലുള്ള തിന്മകൾക്കെതിരെ അന്ന് പ്രത്യേകമായി നിലനിൽക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടം പാസാക്കിയിട്ടുള്ള ഇസ്ലാമിനും ഇൽമിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി വരുന്ന തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ വരുത്തിയ ഭൂപരിഷ്കരണ നിയമം, ഇതിൻ്റെ ഒക്കെ കാര്യത്തിലാണ് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകളുടെ ചർച്ച. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുരുമഹത്തുക്കളുടെ ചർച്ചയുടെ രീതി മനസ്സിലാക്കാനാണ്. 1967 നവംബർ മാസത്തിൽ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ 2 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇത് തുടങ്ങുന്നത്. 67 നവംബറിലാണ്. അപ്പൊ 68 കൂട്ടിയാൽ മതി. 68, 69 നുസ്രത്തുൽ അനാം എന്ന പത്രം ഇറങ്ങുന്നത്. ഈ നുസ്രത്തുൽ അനാം പത്രത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവറുകൾ 1 വർഷം പൂർത്തിയായ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ സംഗതികളും അത് സമസ്തയിൽ നിന്ന് വേർപെട്ടാണല്ലോ ഉണ്ടായത്, അതിനിടയാക്കിയ സംഭവങ്ങളോ സംഗതികളോ ആ കാര്യങ്ങളോ ഒക്കെ പറയാൻ മിനക്കെടുന്നതിലേറെ അവസരോചിതമായി, സന്ദർഭോചിതമായി ആ കാലത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണോ ആ വിഷയങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകിയത്. അക്കാലത്ത് ഇവിടെ നടക്കുന്ന ചർച്ച, ഇത് നുസ്രത്തുൽ അനാം തുടങ്ങുന്ന കാലത്ത് നമ്മളൊരു വഴി, പണ്ഡിതന്മാരുടെ ശരിയായ വഴി പറഞ്ഞു വരികയാണ് ബഹുമാനപ്പെട്ട പീരാവട്ടി മുസ്ലിയാരെ പ്രതി അവരെ മുന്നിൽ വെച്ചുകൊണ്ട്. ബഹുമാനപ്പെട്ടവർ അന്ന് ഇവിടെ വരുമ്പോഴുള്ള ചർച്ച, ഒന്നാമത്തെ ലക്കത്തിൽ എഴുതിയിട്ടുള്ളത് മലപ്പുറം ജില്ല എന്നാണ്. മലപ്പുറം ജില്ല അത് പേര് വെച്ച് എഴുത്താ. ബഹുമാനപ്പെട്ട വീണ സാരല്ല, ഇനി എല്ലാവരും ഇരിക്കണോർത്ത് ഇരുന്നാൽ മതിയാവും, അവിടെ നോക്കാൻ ആളുണ്ടല്ലോ അടുത്ത്. അത് കസേര വീണെന്താ പ്രായമുള്ളവരാരെങ്കിലോ ഉറങ്ങി വീണതാ. ശരി,
സാറേ ഒന്നും പറ്റിയിട്ടില്ലല്ലോ? ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചില്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. ഏ ഏ ശരി, എന്തോ കൊടുത്തു. സാറല്ല, കൊടുക്കുന്നുണ്ട്. അത് ഷുഗർ കുറഞ്ഞിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ്. അള്ളാഹു താല ശിഫയാക്കുമാറാവട്ടെ, പ്രയാസമില്ലാതെ അള്ളാഹു താല ഒക്കെ തീർക്കുമാറാവട്ടെ. നമ്മുടെ സദസ്സിനും അലോസരം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ പരിപാടി മുടങ്ങാൻ പാടില്ല. അപ്പൊ അന്നത്തെ ഇവിടുത്തെ ചർച്ച പ്രഥമ ലക്കത്തിൽ തന്നെ സ്വന്തം പേര് വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു പ്രധാന ആലിം, അന്നത്തെ ആലിം എന്ന് പറഞ്ഞാൽ ആർക്കും പറയണ്ടല്ലോ, അന്നത്തെ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിലെ ഉലമായിൽ മുടിചൂടാ മന്നനും ഒന്നാമനും ബഹുമാനപ്പെട്ടവർ തന്നെയാണ്. 69 ബഹുമാനപ്പെട്ട അല്ലാമ കുത്തുബി ഓറൊന്നുമില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവരുടെ ഉലമാക്കളുടെ കൂട്ടത്തിൽ എങ്ങനെയും ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അവറുകൾ തന്നെയാണ് കേരളത്തിലെ ഒന്നാമൻ. അവരുടെ പേര് വെച്ചിട്ടുള്ള ലേഖനം മലപ്പുറം ജില്ല എന്നാണ്. അത് 1, 2, 3, 4 ലക്കങ്ങളിൽ മലപ്പുറം ജില്ല എന്നതാണ് ബഹുമാനപ്പെട്ട് എഴുതുന്ന ലേഖന വിഷയം. എന്താണ് മലപ്പുറം ജില്ല എന്ന് എഴുതാൻ? ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണെന്ന് നടക്കുന്നത്. 967 സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കേരള മന്ത്രിസഭ, മുസ്ലിം ലീഗ് പ്രഥമമായി മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ള മന്ത്രിസഭ, തൊപ്പിയിട്ടുകൊണ്ട് മന്ത്രിമാരാകാൻ മുസ്ലിം ലീഗിന് ആദ്യമായി അവസരം ലഭിച്ച മന്ത്രിസഭ. മക്കളെ, അതിന്റെ മുമ്പ് കേരളത്തിൽ ഒരു സ്പീക്കർ സ്ഥാനം മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുണ്ട്. ആ സ്പീക്കർ സ്ഥാനം കൊടുക്കുന്ന കാലത്ത് KM സീതി സാഹിബിനെയാണ് സ്പീക്കറായിട്ട് മുസ്ലിം ലീഗ് നാമനിർദ്ദേശം ചെയ്തത്. ആ സ്പീക്കർക്ക് തൊപ്പി ധരിക്കാൻ പാടില്ല, തൊപ്പി ഇടാതിരിക്കും, എന്നാലേ സ്പീക്കർ സ്ഥാനം കൊടുക്കുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ വാശിയെന്നുണ്ടായത്. അത് സ്വീകരിക്കേണ്ടി വന്നു. മൂപ്പർക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പ്രസ്ഥാനത്തിന്റെ ലീഗിന്റെ പ്രസ്ഥാനത്തിന്റെ ഒരു ആവശ്യമായിരിക്കും. ഏതായാലും അങ്ങനെ വന്നു. അതാണ് അതിന്റെ മുമ്പത്തെ അനുഭവം. ആ അനുഭവം കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ കൂട്ടിച്ചേർന്ന് മുസ്ലിം ലീഗ് വന്ന ആ സമയത്താണ് 2 തൊപ്പിയിട്ട മന്ത്രിമാർ മുസ്ലിം ലീഗിന്. അത് മർഹൂം CH മുഹമ്മദ് കോയ, മർഹൂം അഹമ്മദ് കുരിക്കൾ, ബാബു കുരിക്കൾ എന്ന് നമ്മൾ പറയുന്ന മഞ്ചേരത്ത് കുരിക്കൾ. ഈ 2 പേരും തൊപ്പിയിട്ട ആൾക്കാരാ. അവർ സ്ഥിരമായി തൊപ്പിടുന്നവരുമാണ്, നിസ്കരിക്കുമ്പോൾ ഒക്കെ തൊപ്പിടുന്നവരിനാണ്. ഈ 2 പേരും നോക്കുന്ന ആ മന്ത്രിസഭയുടെ കാലത്താണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള വിവാദം നടക്കുന്നത്. ഇപ്പൊ ഈ സന്ദർഭത്തിൽ അതിനൊരു 2ാം സ്ഥാനമുണ്ട്. കാരണം മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നുള്ളൊരു ആവശ്യം കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അത് മന്ത്രിസഭ ആലോചിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേക ആലോചിക്കാൻ സമിതി നിശ്ചയിക്കാന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. അതുകൊണ്ട് പ്രത്യേകം അത് പറയണം. ഇപ്പോഴത്തെ മാതിരിയല്ല, ഇപ്പൊ നഗ്നമായിട്ട് എതിർക്കാൻ ആരുമില്ല. അന്ന് മലപ്പുറം ജില്ല എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ നുസ്രത്തുൽ ആലമിൽ എഴുതുന്ന കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ 2 പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ വളരെ വലിയ ബഹളം സൃഷ്ടിച്ച് തടസ്സവാദം ഉന്നയിക്കുകയും വിവാദം സൃഷ്ടിക്കുകയും ചെയ്ത കാലമാണ്. ഒന്ന് ജനസംഘം, നമുക്കറിയാലോ, ഇന്നത്തെ BJPന്റെ മാതൃസംഘം ജനസംഘം. മറ്റേത് വലിയ ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസിന്റെ കേന്ദ്ര പാർട്ടിയല്ല, കോൺഗ്രസിന്റെ ഈ കേരളത്തിലെ ഘടകം കേളപ്പജിന്റെ നേതൃത്വത്തിൽ, കേളപ്പറ്റൊക്കെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സമരമാണെന്ന് മലപ്പുറം ജില്ലക്കെതിരെ നടക്കുന്നത്. ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മറ്റു പല പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. സാമുദായിക പ്രശ്നങ്ങൾ ഏതായാലും വരുമല്ലോ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പൊ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നത്തെ ശരിയായി നേരിടാൻ അവഗാഹമുള്ള, ചിന്താശേഷിയുള്ള, അറിവുള്ള, പരിചയസമ്പത്തുള്ള ആളുകൾ തന്നെ വേണം. അതുകൊണ്ട് ഈ മറുവശത്തുള്ള വലിയ രാഷ്ട്രീയ നായകന്മാരും ഉന്നതന്മാരും മലപ്പുറം ജില്ല വന്നാലുണ്ടാകുന്ന ദൂഷ്യങ്ങളും, രാഷ്ട്രീയ ദൂഷ്യങ്ങളും, സാമൂഹിക ദൂഷ്യങ്ങളും, സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ മലപ്പുറം ജില്ല രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനെതിരിൽ ഉന്നയിക്കപ്പെടുന്ന ഓരോ വാദങ്ങളുടെയും മുനയെടുക്കുന്ന തരത്തിലുള്ള അതിൻ്റെ ഖണ്ഡനവുമാണ് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ സദഖത്തുല്ലാ മുസ്ലിം പേര് പറഞ്ഞാലല്ലാതെ ചിലർക്കൊന്നും അറിയില്ല, കാരണം മറക്കുന്നു. ആ ബഹുമാനപ്പെട്ടവർ എഴുതുന്നത് മലപ്പുറം ജില്ല എന്ന ലേഖനം 2, 3, 4, 5 ലക്കങ്ങളിലാണ് ഇത് എഴുതുന്നത്. അതാണ് തുടക്കം. ആ തുടക്കം ആയപ്പോഴേക്ക് 3ാമത്തെ ലക്കത്തിലെത്തുമ്പോൾ മലപ്പുറം ജില്ലക്ക് സ്വാഗതം എന്നാണ് ബഹുമാനപ്പെട്ട് എഴുതുന്നത്. മലപ്പുറം ജില്ലക്ക് സ്വാഗതം എന്ന്. കാരണം അപ്പോഴേക്ക് മലപ്പുറം ജില്ല പ്രഖ്യാപിക്കപ്പെട്ടു, തീരുമാനിക്കപ്പെട്ടു. അതാണ് നുസ്രത്തിന്റെ ആദ്യ വർഷങ്ങളിലെ എഴുത്ത്.
അത് കഴിഞ്ഞപ്പോഴേക്കത് വരുന്നു ഭൂപരിഷ്കരണ നിയമം 969 ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കപ്പെടുകയും നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നു 69 70 ആ ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞാല് അതിൽ ശരയ്യായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വലിയൊരു ആഘാതവും പ്രയാസവും ഇവിടെ സൃഷ്ടിച്ചത് ദക്ഷിണ കേരളത്തിലെ ഒന്നും മാതിരിയല്ല. നമ്മുടെ ഈ മലബാർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വഖഫ് സ്വത്തുക്കളാൽ ബന്ധിതമായാണ് ദീനീ സ്ഥാപനങ്ങളൊക്കെയും ചലിക്കുന്നത്. വഖഫ് സ്വത്തുക്കളാണ് അതിനൊക്കെ ഉള്ളത്. ദർസിനായാലും പള്ളിക്കായാലും അറബി കോളേജിനൊക്കെ ആയാലും. പട്ടിക്കാട് ജാമിയ നൂരിയയുടെയും വണ്ടൂര് ജുമാഅത്ത് പള്ളിയുടെയും ജാമിയ വഹബിയയുടെയും ഒക്കെ, അപ്പോൾ ജാമിയ വഹബി ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്ക് 69 66 മുതൽക്ക്. ഇപ്പോൾ വഖഫ് യഥാർത്ഥ ദർസിന്റെ സ്വത്തുകളൊക്കെ ജാമിയ വഹബിയുടെ സ്വത്തായി മാറിയിട്ട് ആ കോളേജുകളടക്കം നമ്മുടെ നാട്ടിലെ പ്രദേശങ്ങളിലുള്ള എല്ലാ പള്ളികളുടെയും മദ്രസകളുടെയും വഖഫ് സ്വത്തുക്കള് കുടിയാന്മാര് ആൾക്കാർ വാങ്ങിങ്ങാണ്ട് പാട്ടത്തിന് നടത്തുന്നവരല്ലേ, ആ ആൾക്കാർക്ക് എഴുതി കൊടുക്കുന്ന കൂട്ടത്തില് ഇതൊക്കെ എഴുതി കൊടുക്കാനുള്ള വഖഫ് സ്വത്തുക്കൾ അതിന് ഒഴിവാക്കിയില്ല. അപ്പൊ വഖഫ് സ്വത്തുക്കൾ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവർകൾ പിന്നീടുള്ള 69 70 ലക്കങ്ങളിലെല്ലാം പ്രധാനമായി ശബ്ദം മുഴക്കുന്നത്. എഴുത്തുകളൊക്കെ അതാ. അക്കാലത്ത് ശൈഖുനാ അവർകൾ നേരിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഉപദേശപ്രകാരം കേൾക്കുന്നവരെ കൂട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി, വഖഫ് രക്ഷാസംഘം. രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ എന്നുള്ള ആൾക്കാണ് ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രമല്ല. കേരള വഖഫ് രക്ഷാസംഘം. ഈ വഖഫ് രക്ഷാസംഘം എന്ന സംഘത്തിന്റെ മുന്നണി പോരാളിയായി ഇറങ്ങിയത് ബഹുമാനപ്പെട്ട നമ്മളിപ്പോൾ സംസാരിക്കുന്ന കൊളപ്പുറം ഉസ്താദ്, നിങ്ങൾ കുറെ ആളുകൾ അറിയുന്ന ബീരാൻകുട്ടി ഉസ്താദ് അവറുകളെ, ബീരാൻകുട്ടി മൊയ്ലിയുടെ ഉസ്താദ് OKM ബാപ്പു മുസ്ലിയാർ അവറുകളാണ് പ്രധാനമായിട്ടും ഇറങ്ങിയത്. മണ്ണാർമല സമദ് മൗലവി അവറുകളാണ് പിന്നൊന്നിറങ്ങിയത്. പിന്നെ രാഷ്ട്രീയ രംഗത്തുള്ള അഡ്വക്കേറ്റുമാരും മറ്റൊക്കെ ആയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ അതിലുണ്ട്. കേരള വഖഫ് രക്ഷാസംഘം. ആ വഖഫ് രക്ഷാസംഘത്തിന്റെ കീഴിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട OKM ബാബു മുസ്ലിയാർ നടക്കുമ്പോൾ തന്റെ വലങ്കയ്യായി കൂടെ നിൽക്കുന്നതും നടക്കുന്നതും യോഗങ്ങളിൽ പ്രസംഗിക്കുന്നതുമെല്ലാം നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാർ അവർകളാണ്. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണിത്. വഖഫ് രക്ഷാസംഘത്തിനുള്ളത് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ. വാസ്തവത്തിൽ അന്നത്തെ മന്ത്രിസഭയിൽ പങ്കാളികളായിട്ടുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള മന്ത്രിസഭയാണിതാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സമുദായ പാർട്ടിയെയും സമുദായ സംഘടന എന്നുള്ളവർക്കും എതിർക്കേണ്ടി വരുമ്പോൾ നല്ലോണം പറയേണ്ടി വരുമല്ലോ. സ്വന്തത്തെ പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് അങ്ങനെ പറയേണ്ടി വന്നൊരു പ്രശ്നമുണ്ട്. മൂപ്പരുടെ ലീഗ് വിരോധിയാണ് എന്ന് പൊതുവായിട്ട് ആളുകളുടെ ഇടയിൽ പ്രത്യേകം ശൈഖുനാ താജുൽ ഉലമയെ കുറിച്ച് ചാർത്താനും പറയാനും ഒക്കെ ഇടയാക്കിയത് ഈ സംഭവങ്ങളാണ്. മറ്റു പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നും രാഷ്ട്രീയ വിഷയത്തിലൊന്നും മൂപ്പർ അങ്ങനെ കാര്യമായിട്ട് ഇടപെടല്ല. നല്ല വീക്ഷണമുണ്ട്, നല്ല ബോധമുണ്ട്. ഞാൻ പറയട്ടെ, ആ കാലം തൊട്ട് ബഹുമാനപ്പെട്ട മൗലാന മർഹൂം OKM ബാബു മുസ്ലിയാരോട് കൂടെ അദ്ദേഹം എന്തിനെല്ലാം ഉണ്ടോ അതിനെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് വലങ്കയ്യായി നിന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാർ. അന്നൊക്കെ ബഹുമാനപ്പെട്ടവർ വണ്ടൂരിൽ എപ്പോഴും ഉണ്ട്, എപ്പോഴും കൂടാനുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ 974 വന്നപ്പോൾ OKM ബാബു മുസ്ലിയാരാണ് ഇവിടെ കൊളപ്പുറത്ത്. ഈ കൊളപ്പുറത്ത് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ പ്രഥമമായി ഒരു സമ്മേളനം, ഇടക്കിടക്കുള്ള പ്രചരണ സമ്മേളനങ്ങളുണ്ടെങ്കിലും പ്രഥമമായി സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ നടത്തുന്ന ഒരു സമ്മേളനം 974 നടന്നത് ഇവിടെ കൊളപ്പുറത്താണ്. ഈ കൊളപ്പുറത്തെ സമ്മേളനം ബഹുമാനപ്പെട്ടവർ നടത്തുന്നത് തങ്ങളവറുകളാണ്. ബഹുമാനപ്പെട്ടവർ കൊളപ്പുറത്തെ സമ്മേളനം നടത്തുന്നത് അന്നത്തെ നൂറിഷാ ത്വരീഖത്ത് സംബന്ധമായിട്ടുള്ള വിഷയത്തിലാണ്. നൂറിഷാ ത്വരീഖത്ത് അങ്ങനെ ഒരു ത്വരീഖത്തിനെ എതിർക്കുകയും അതിലുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ പറയുകയും കുഫ്രിയത്തും രിദ്ദത്തുമൊക്കെ അതിൽ ആശയം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള നിലയിൽ തന്നെ ഇവിടെ പ്രസംഗങ്ങൾ ജോറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് ബഹുമാനപ്പെട്ട മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ അവരുടെ ഒക്കെ നേതൃത്വത്തിൽ. ആ കാലത്ത് പള്ളികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടും ദർസിൽ നിന്ന് ഒഴിവാക്കിയിട്ടും ഒക്കെ നൂറിഷാ ത്വരീഖത്തുകാർക്കെതിരെ വലിയ കോലാഹലം ഉണ്ടാക്കിയ ദിക്റുകളും ബിരുദുകളൊക്കെ മുടക്കുന്ന ഒരു രീതിയിലെത്തിയപ്പോൾ
രണ്ട് വിഭാഗത്തെയും ഇരുത്തി ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാതെ ഒരു സിംപോസിയമാണ് കുളപ്പുറത്ത് അന്ന് നടത്തിയത്. 2 ദിവസം 1974 2 ദിവസമാണ് ആ സമ്മേളനം നടക്കുന്നത്. ഒരു ദിവസം ഫുള്ളായിട്ട് ചർച്ചയും സിംപോസിയവുമാണ് പകലിൽ, എതിർപക്ഷത്തെയും ന്യായപക്ഷത്തെയും ആക്കിയിട്ട്. പിറ്റേന്ന് രാത്രിയിൽ അന്നത്തെ തീരുമാനം പ്രഖ്യാപിക്കുകയുമാണ്. തീരുമാനത്തിലുള്ളത് പല വലാലത്തുകളും നൂറിഷാ ത്വരീഖത്തുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്ന പാഠ്യങ്ങളിലുമുണ്ട്. അതൊഴിവാക്കാത്തിടത്തോളം കാലം അത്തരം ത്വരീഖത്തുമായി ആരും ബന്ധപ്പെടരുത് എന്നാണ് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ അന്ന് പാസാക്കിയ പ്രമേയം. ആ സമ്മേളനത്തിന് ഏറ്റവും സജീവമായി മുൻപന്തിയിലുള്ള ബഹുമാനപ്പെട്ട OKM ബാപ്പു മുസ്ലിയാറുകളുടെ കൂടെ യുവ നേതാവായി, നല്ല യുവാവായി, ഉഷാറായി, ഊർജ്ജസ്വലനായി ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാറുകൾ പ്രവർത്തിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളിലും അവരുണ്ട്. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ മുശാവറയിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട ഒരു വൈകി, കാരണം അതിൻ്റെ ഇടയിൽ ഒന്ന് ഗൾഫ് പോയല്ലോ, കുറേ കാലം ഗൾഫിലും മറ്റൊക്കെയായി. അതിൻ്റെ ശേഷം വന്ന ശേഷമാണ് ജമിയത്തുൽ ഉലമയുടെ മുശാവറയിലെത്തുന്നത്. ആ മുശാവറ അംഗമായിക്കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും കാലം ജീവിച്ചതും വഫാത്ത് വരെ ജീവിച്ചതും. അവർ ഇവിടെ വന്നേടം മുതൽക്കുള്ള എല്ലാ ശൈഖുന അവറുകളുടെ ആണ്ടനുസ്മരണങ്ങളിലും ശൈഖുനായ അനുസ്മരിച്ചുകൊണ്ട് താജുൽ ഉലമയുടെ ആണ്ടനുസ്മരണങ്ങളിൽ ഷഅബാനിൽ വണ്ടൂരിൽ നടക്കുന്ന പരിപാടികളിൽ ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാർ ആദ്യന്തം പങ്കെടുക്കുകയും ഉജ്ജ്വലമായി എല്ലാവരിൽ നിന്നും വേറിട്ട ഒരു സവിശേഷ പ്രസംഗം തന്നെ അവിടെ നടത്തുകയും ചെയ്യും ബഹുമാനപ്പെട്ടവർ എല്ലാ കാലത്തും. അങ്ങനെ നല്ല കാലുറപ്പുള്ള ഉഷാറിൽ തന്നെയാണ് ബഹുമാനപ്പെട്ടവർ സംഘടനാ പ്രവർത്തനം നടത്തിയതും ആദർശ പ്രവർത്തനം നടത്തിയതും എല്ലാം. പക്ഷേ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും ആ സുഹൃത്ത് വലയത്തിൽ എല്ലാവരുമുണ്ട്. ഇതൊരു കുഴപ്പത്തിനൊരിക്കലും ഇടയാകരുത് സംഘടനാ പ്രവർത്തനം എന്നതിൽ ബഹുമാനപ്പെട്ടവർക്ക് നല്ല നിഷ്കർഷയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വളരെയധികം നല്ലോണം ശ്രദ്ധിക്കും, ഫസാദ് ഇതിന്റെ പേരിലില്ലാതിരിക്കാൻ. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഓതിയത് അതാണ്, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആ മഹത്തായ പരലോകം എന്ന് പറയുന്ന ലോകം അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. പരലോകം, ഈ ലോകത്തിന്റെ നേരെ വിപരീതമായൊരു ലോകം, അങ്ങനെ മനസ്സിലാക്കുക പരലോകത്തെ. ഇവിടെ എന്താണോ ന്യൂനത, ഈ ന്യൂനതകളൊന്നും ഇല്ലാത്ത ലോകം. ഇവിടെ ഒന്നിനും യാഥാർത്ഥ്യമില്ല, ഇവിടെ ഉള്ളതിനൊന്നും യാഥാർത്ഥ്യവുമില്ല, ഇവിടെ ഉള്ളതൊന്നും ഉള്ളതല്ല. എല്ലാം ഉള്ളവനായ അല്ലാഹു തആലാന്റെ നിഴലും അവന്റെ പ്രവർത്തനത്തിന്റെ അസറുകളും അതിന്റെ പ്രവർത്തനത്തിന്റെ പാടുകളും അതിന്റെ ഫലങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഹക്കായ അല്ലാഹു തആലാക്കല്ലാതെ ഇവിടെ ഉണ്മയില്ല. ബാക്കിയെല്ലാം ഉണ്മയില്ലാത്ത, ഉണ്മയുടെ നിഴലായി ഉണ്മയെ പ്രതിഫലിപ്പിക്കുന്ന പ്രതിഫലനങ്ങളായി മാത്രമുള്ളവയാണ് ബാക്കിയെല്ലാം. ഇപ്പൊ ഹഖീഖത്തില്ല ഇവിടെ ഒന്നിനും, എല്ലാം നശ്വരമാണ്. നശിക്കാത്ത ഒരു തുരുമ്പും ഇവിടെ ഉണ്ടാകില്ല. കുല്ലുമൻ അലൈഹാ ഫാൻ. എന്നാൽ നാശം ലവലേശമില്ലാത്ത, എല്ലാറ്റിനും യാഥാർത്ഥ്യമുള്ള, എല്ലാറ്റിൻ്റെയും യാഥാർത്ഥ്യം യഥാവിധം എന്താണോ അത് തന്നെ യാഥാർത്ഥ്യമായിട്ടുള്ള ലോകമാണ് പരലോകം. ജീവിതത്തിൻ്റെ ഒക്കെ അവസ്ഥ തന്നെയാണ്. ഇവിടെ ഉള്ളതിലെല്ലാം മായമുണ്ട്, കലർപ്പുണ്ട്. ആ മായയും കലർപ്പൊന്നും ഇല്ലാത്തതാണ് അവിടെ. നമ്മളൊരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ശരി രുചി നമ്മൾ അനുഭവിക്കില്ല, മരിക്കുന്നത് വരെ അനുഭവിക്കില്ല. ഈ മണ്ണിൻ്റെയും ഈ ഇഹലോകത്തിൻ്റെയും കലർപ്പ് കൂടാതെ ഒരു ആപ്പിൾ ശുദ്ധമായിട്ട് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ രുചിക്കാൻ നമുക്ക് സാധിക്കില്ല. റുമ്മാന മുത്തശാബിഹം ഓയറ മുത്തശാബിഹ്, ഖുർആൻ പരിചയപ്പെടുത്തുന്ന പേര് പറഞ്ഞ ഒരു കായാണല്ലോ റുമ്മാൻ. ഉർമാൻ, നമ്മൾ ഉർമാൻ തിന്നാറുണ്ട്. പക്ഷെ ആ ഉർമാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിൻ്റെതായ യഥാർത്ഥ രുചിയോടുകൂടെ നമ്മളിവിടുത്തെ ഉർമാൻ നിന്നിട്ട് ഈ ഉർമാൻ്റെ ഇപ്പോൾ സ്വർഗത്ത് പോകണമെന്ന് ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ ഇവിടുത്തെ ഉർമാൻ അലറിയുമ്പോൾ ആൾക്കാൻ വേണ്ടി എത്ര വിധത്ത് ചിലർക്കൊക്കെ അത് ചോദിക്കും, ചിലർക്കൊന്നും ഒന്നിനും പറ്റൂല. അതിൻ്റെ ഗുണം, അതിൻ്റെ ഫലം ആലോചിച്ച് മാത്രം മനുഷ്യന്മാരത് കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ. തിന്നാനൊന്നും വലിയ രുചിയൊന്നുമില്ല. ഇതാ ഖുർആൻ പറയുന്നത് ഉറുമാന ഖുർആനല്ലേ. അപ്പൊ ഇത് വായിച്ചാൽ സ്വർഗത്തിന്റെ കനികളൊക്കെ കേട്ടാൽ നമ്മൾ കരുതി ഇതിനിപ്പോ അങ്ങോട്ട് പോകണം, ഇവിടെ എമ്പാടുമില്ലെന്ന്. സാക്ഷാൽ അർത്ഥത്തിൽ ഉറുമാൻ കിട്ടണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോകണം. സാക്ഷാൽ അർത്ഥത്തിൽ ചക്കയും മാങ്ങയും കിട്ടണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോകണം. സാക്ഷാൽ അർത്ഥത്തിൽ അതിൻ്റെ രുചിയോടുകൂടെ സാധനം കിട്ടെങ്കിൽ അങ്ങോട്ട് തന്നെ പോകണം.
ഓരോ പഴവും ഓരോ മരത്തിൽ നിന്ന് ഓരോ സമയത്ത് ഓരോ തവണ കഴിക്കുമ്പോഴും രുചി വൈവിധ്യങ്ങളൊത്താലെ പരലോകത്തൊരുക്കിയിട്ടുള്ള ആ പരലോകത്തിന്റെ മാത്രം സവിശേഷതയാണ്. നശ്വരത ഒന്നിനുമില്ല, ഒന്നും നശിക്കുന്നുമില്ല, നിൽക്കുന്നു. നമ്മൾ 33 വയസ്സുകാരായി ആണും പെണ്ണുമെല്ലാം സമപ്രായ. ഇവിടെ പെണ്ണിന് കുറഞ്ഞ പ്രായം കുറവാണെന്നുള്ള വിവാദം. അവിടെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ ഒരു പ്രായം 33 വയസ്സ് ആണിനും പെണ്ണിനും. ഈ 33 വയസ്സുകാരായി തന്നെ കാലാകാലം നിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് ദുരൂഹമാണ്, അചിന്ത്യമാണ്, അസംഭവ്യമാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഇതാണ് സ്വർഗം, അതാണ് പരലോകം. ആ പരലോകം അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. ഒരു തരം പൊങ്ങച്ചവും അവരുടെ പ്രവർത്തനങ്ങളിലോ ജീവിതത്തിലോ ഉദ്ദേശിക്കാത്ത, ലക്ഷ്യമാക്കാത്ത ആളുകൾക്കാണ്. വലാ ഫസാദ, ഒരു തരം ദുഷിപ്പും ഒരിക്കലും ഉദ്ദേശിക്കാത്ത ആളുകൾക്കാണ്. നാശവും ദുഷിപ്പും ഉദ്ദേശിക്കാതെ പൊങ്ങച്ചമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്കും അതവരുടെ മനസ്സിൽ പോലും വിചാരം വരാത്ത, ഒന്നിലും അവർ ലക്ഷ്യമാക്കാത്ത തരത്തിൽ ജീവിക്കുന്നവർക്കുമാണ് പരലോകം അല്ലാഹു ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരിലെ ബഹുഭൂരിപക്ഷത്തിനും പരലോകവും പരലോക സൗഖ്യവുമാണല്ലോ ആവശ്യം. നല്ല ഉയർന്ന സൂഫിവര്യന്മാർക്കൊക്കെ അതിലേറൊക്കെ അള്ളാ എന്നറിയുന്നത് തന്നെയാണ് ആവശ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സുഖങ്ങളും റാഹത്തൊക്കെയാണ്. അത് പരലോകം എന്ന് പറയുന്ന ജീവിതമാണ് അവിടെയാണ് ഒരുക്കിയത്. അതാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്, സാധാരണക്കാരായ ബഹുഭൂരിപക്ഷത്തെ ലക്ഷ്യമാക്കി പരലോകത്തെ സുഖങ്ങളെല്ലാം. ആ പരലോക സുഖങ്ങളിൽ വളരെ പ്രധാനമാണ് സൂഫിവര്യന്മാർ ലക്ഷ്യമാക്കുന്ന തിരുദർശനം, അള്ളാഹുവിന്റെ മഹത്തായ ലിഖാ. അതല്ലാഹു നൽകി നമ്മെ എല്ലാവരെയും ആനന്ദിപ്പിക്കട്ടെ. പരമാനന്ദം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. എല്ലാ അർത്ഥത്തിലുള്ള സ്വർഗത്തിലെ നിഅമത്തുകളും മറന്നു പോകുന്ന, വിസ്മൃതമാകുന്ന മഹത്തായ തിരുദർശനം. ആ തിരുദർശനത്തിനും അള്ളാഹു വെച്ചത് സ്വർഗാണല്ലോ, വേറെ എവിടെയും കിട്ടൂല. സ്വർഗത്തിൽ വെച്ചല്ലാതെ തിരുദർശനം കിട്ടില്ല, ആർക്കും കിട്ടില്ല. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ അതിൽ നിന്ന് ഒഴിവുള്ളൂ. മേറാജിന്റെ രാവിലെ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ കണ്ടത് മാത്രമേ അതിൽ നിന്ന് മാറി, ബാക്കിയൊന്നുമില്ല, എല്ലാം കാണുക. ദുന്യാവിൽ നബി തങ്ങൾ ഒറ്റത്തവണ മാത്രമാണ് അങ്ങനെ കാണുന്നത്, മുഖത്തെ കണ്ടുകൊണ്ട് കാണുന്നത്. ആ കാഴ്ച നമുക്ക് അല്ലാഹു തആല നൽകട്ടെ. അതിനും അല്ലാഹു വെച്ചത് സ്വർഗമാണല്ലോ. വൈറാനി ഉരീദു ഹാലി അറാക ലൈസ ഖസ്ദി മിനൽ ജിനാനി നഈമ വൈറാനി ഉരീദു ഹാലി അറാക. നിന്നെ കാണാനാണ് എനിക്ക് സ്വർഗം, മറ്റൊരു സുഖവും നിഅമത്തും എനിക്ക് അവിടെ ആവശ്യമില്ല, ഞാൻ ലക്ഷ്യമാക്കുന്നില്ല എന്ന് സൂഫിയന്മാർ പറഞ്ഞ ആ മഹത്തായ ലിഖാ, അതടക്കമുള്ള ആഖിറത്തിലെ സകല സൗഭാഗ്യങ്ങളും ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ, പൊങ്ങച്ചമില്ലാതെ, ഉയർച്ചയില്ലാതെ, ഒരു തരത്തിലുള്ള പൊങ്ങച്ചവും തോന്നാതെ ലക്ഷ്യമാക്കാതെ ജീവിച്ച, ഫസാദ് തീരെ ലക്ഷ്യമാക്കാതെ, ഫസാദിന് വേണ്ടി ഒരിക്കലും ശ്രമിക്കാതെ ജീവിച്ചവർക്കാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആ വാചകത്തിലെ സാക്ഷാൽ രണ്ടു കാര്യവും ശരിക്കും വ്യക്തമായി കാണുന്ന, ആർക്കും അങ്ങനെ തന്നെ പറയാവുന്ന ബഹുമാനപ്പെട്ടവരാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാർ അവർ. ഈ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നല്ലപോലെ അറിയാം, ബോധ്യമാണ്. ഒരു പൊങ്ങച്ചവും ഇല്ലാതെ പറഞ്ഞാൽ ആ പൊങ്ങച്ചമില്ലായ്മ തന്നെയാണ് അവരുടെ നില. ഫസാദാവട്ടെ ഒരിക്കലും അവർ ഉദ്ദേശിക്കുന്നില്ല. ഫസാദ് എന്ന് പറഞ്ഞാൽ സംഘടനാപരമായുണ്ടാകുന്ന ഫസാദുകളടക്കം ഫസാദ് തന്നെയാണ്. ഈ ഫസാദൊന്നും അവരൊരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദക്ഷിണ മേഖലയിൽ തൻ്റെ ശിഷ്യന്മാരോടും ഉസ്താദുമാരോടും, ഞങ്ങൾ സംഘടനയൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുക. ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാറിന്റെ ഭാഗമായി വിശേഷിച്ചും ദക്ഷിണ കേരളത്തിൽ സ്വാധീനമുള്ള പ്രവർത്തിക്കുന്ന ഒരാളും ശിഷ്യന്മാരുണ്ടെന്ന ഒരാൾ നിൽക്കും. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടൊക്കെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതിനെ സഹായിക്കാനും ഉയർത്താനും വേണ്ടിയേ അദ്ദേഹം ഉപദേശിക്കുകയുള്ളൂ. ഞങ്ങളൊക്കെയും അവിടുത്തെ ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് പ്രത്യേകം ഉണർത്താറുമുള്ളതാണ്. പ്രവർത്തകന്മാരെന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ വന്ന്, വണ്ടൂരിലൊക്കെ വന്ന് താമസിക്കുന്നവർ, ഇവിടെ ദാറുസുന്നിലൊക്കെ വന്ന് താമസിക്കുന്നവർക്ക് സ്വാഭാവികമായും ജംഇയ്യത്തുമായി അടുക്കുമല്ലോ, സംഘടനകളുമായി മെമ്പർഷിപ്പൊക്കെ അടുക്കുമല്ലോ ഇവിടെ വന്നു പോയവർ. എന്നാൽ പോലും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമായുമായി സംഘട്ടനമാകുന്ന, പ്രയാസമാകുന്ന ഏതെങ്കിലും ഒരു തരത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ഉപദേശിക്കാറുണ്ട്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ വളരെ സുന്ദരമായി തന്നെ ബഹുമാനപ്പെട്ട ദക്ഷിണയുടെ സെക്രട്ടറി തന്നെ അവിടെ സൂചിപ്പിച്ചല്ലോ, ബഹുമാനപ്പെട്ടവർ തന്നെ തുറന്നു പറഞ്ഞല്ലോ ബീരാൻകുട്ടി മുസ്ലിയാർ പറയുന്നതില്ല. ആ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ അവിടെ ശബ്ദിക്കുക. അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ അവിടെ കുട്ടികളോടും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടും ഉപദേശിക്കുക. രഹസ്യമായും പരസ്യമായും അങ്ങനെ തന്നെ.
അതിലൊരു രഹസ്യവും പരസ്യമൊന്നുമില്ല, രഹസ്യ അജണ്ടകളൊന്നും അതിലില്ല. ഇതൊക്കെ നമ്മുടെ മഹാന്മാരായ മശായിഖുമാർ നമ്മെ പഠിപ്പിച്ച രീതിയാണ്. സംഘടനകൾ എന്നൊക്കെ പറയുന്നത് ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ, ഇൽമിനു വേണ്ടി പ്രവർത്തിക്കാൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സത്യാദർശത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള വേദികളാണ്. ആ വേദികളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്, ഹക്കിന് വേണ്ടിയാണ്, പരമസത്യത്തിന് വേണ്ടിയാണ്, ആ സത്യത്തിന്റെ ആശയങ്ങൾക്ക് വേണ്ടിയാണ്. അതിനുള്ള വേദികൾ സംഘടനത്തിന്റെയോ കുഴപ്പത്തിന്റെയോ വേദിയാക്കാതിരിക്കണമെന്നതിൽ ഏറ്റവും നിഷ്കർഷ പുലർത്തുന്ന, അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഉപദേശിക്കുന്ന, അതിനുവേണ്ടി മുശാവറകളിലും യോഗങ്ങളിലും എല്ലാം സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബീരാൻകുട്ടി മുസ്ലിയാർ അവറുകൾ. അദ്ദേഹത്തെ പോലുള്ള ആളുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ പണ്ഡിയ നിരയിലെ വിടവുകൾ തീർക്കുകയും എല്ലാവിധ വിടവുകളും തീർത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് നാശം വരാതെ, പ്രയാസം വരാതെ കേരളത്തിലെ ഉലമാ സമൂഹം ജനങ്ങളെ ഹക്കിലേക്ക് നയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. മഹാനർക്ക് അദ്ദേഹം ചെയ്ത ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും എല്ലാ സേവനങ്ങൾക്കും ചെറിയ ഭാഗ്യമില്ല. അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് കേരളത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾ, ഏറ്റവും അറിയപ്പെട്ട മഹാനായ ആലിമാണ് റഈസുൽ മുഹഖഖീൻ, സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അവറുകൾ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അവറുകൾ ബീരാൻകുട്ടി മുസ്ലിയാരെ എന്നാ മുമ്പ് വിളിക്കുക. ബീരാൻകുട്ടി മുസ്ലിയാരെ എല്ലാത്തിനും ബീരാൻകുട്ടി മുസ്ലിയാർ വേണം. ഉമ്മത്തൂർ സഖാഫത്തുൽ ഇസ്ലാം എന്ന അറബി കോളേജിൽ രണ്ടുപേരും ജോലി ചെയ്യുമ്പോൾ ഇവർ ലെക്ചറാണ്, ബഹുമാനപ്പെട്ടവർ പ്രിൻസിപ്പാളും അതിൻ്റെ സദർ മുദ്രിസുമാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ കൂടെ ധാരാളം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയതാണ് അവർ. വണ്ടൂരിൽ 78 നടന്ന സുന്നി യുവജന ഫെഡറേഷന്റെ പ്രഥമ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അവറുകളുടെ മർഹൂം റഈസുൽ മുഹഖഖീന്റെ സന്ദേശം ബീരാൻകുട്ടി മുസ്ലിയാരാണ് കൊണ്ടുവന്ന് വായിച്ചത്. ബീരാൻകുട്ടി മുസ്ലിയാരാണ് അദ്ദേഹത്തിന്റെ സന്ദേശം കൊണ്ടുവന്ന് വായിച്ചത്. ബീരാൻകുട്ടി മുസ്ലിയാരെ എന്ന് പറഞ്ഞിട്ട് എഴുതിപ്പിച്ചതൊക്കെ ബഹുമാനപ്പെട്ടവർ തന്നെ പറയാറുണ്ട്. അതൊരു വലിയ സൗഭാഗ്യമാണ്. അങ്ങനെയുള്ള ഉന്നത മഹാത്മാക്കളോടൊപ്പം പ്രവർത്തിക്കാനും അവരൊക്കെ പേരുകൊണ്ട് തന്നെ അറിയാനും കണ്ടാൽ തിരിയാനും പറ്റുന്ന തരത്തിലുള്ള ആത്മബന്ധവും മുഖപരിചയവും ഇവിടെ വെച്ചുണ്ടായത് ആഖിറത്തിൽ അവരുടെയൊക്കെ ശഫാഅത്തും അവരുടെയൊക്കെ കൈ താങ്ങും ലഭിക്കുവാൻ നിമിത്തമാകുന്ന കാരണങ്ങളാണ്. ആ താങ്ങും ആ സഹായവും എല്ലാം അദ്ദേഹം പരിചയപ്പെട്ട ഉലമാക്കന്മാരെല്ലാവരിൽ നിന്നും അദ്ദേഹത്തിന് അള്ളാഹു നൽകട്ടെ. അവരിൽ നിന്ന് നമ്മൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.